ഹലോ ഗായ്സ്, അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നുണ്ടല്ലോ എഴുതി നല്ല പോലെ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് വട്ടി പിടിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന്. കാരണം ഞാൻ വെളിയിൽ പോയി കുറച്ച് കറ്റാർ വാഴയൊക്കെ പറിച്ച് ഒരു ഹെയർ കെയർ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. കറ്റാർ വാഴയൊക്കെ പറിച്ച് അതെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ മറ്റേ കറ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോയി ഞാൻ നല്ല വേപ്പില 2-3 പറിച്ചു. എല്ലാം ഇത്തിരിയേ പറിച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് മാത്രം മതിയല്ലോ. പിന്നെ ഞാൻ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കൂടി, അതും കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് ഞാൻ പറിച്ച് കൊണ്ടുവന്ന് അത് 3 കൂടെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ തലയിൽ നല്ലപോലെ ഒന്ന് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേലെ പോയി എണ്ണ എടുത്തുകൊണ്ട് വന്നു. എല്ലാ എണ്ണയും ഞാൻ തലയിൽ തേക്കും, ഇന്ന എണ്ണയെന്നൊന്നും ഇല്ല. എൻ്റെ തലയിൽ ഏത് എണ്ണ തേച്ചാലും ഞാൻ ഭയങ്കര കംഫർട്ടാണ്. അങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി. അപ്പോഴത്തേക്കും ഉമ്മ വന്ന് മിക്സി എല്ലാം എടുത്ത് തന്ന്. ഉമ്മയുടെ സാധനങ്ങളല്ലേ ചോദിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റൂ. അങ്ങനെ അതെല്ലാം എടുത്ത് സെറ്റാക്കി തന്നു. അങ്ങനെ ഞാൻ അതെടുത്ത് നല്ലപോലെ അരച്ചെടുത്ത്, കുറച്ച് കിട്ടുള്ളൂ, ഞാൻ കുറച്ചെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെളിയിൽ പോയിരുന്ന് തേക്കാൻ പറ്റത്തുള്ളൂ. വീടിനകത്ത് തേച്ചുമ്പോഴേ നല്ല കേൾക്കും. അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മൾ നല്ലപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ചു. അപ്പോഴത്തേക്കിനും ഉമ്മ പറഞ്ഞു, ബാ നമുക്ക് മുറ്റം തൂക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ തൂത്തുണ്ടായിരുന്നില്ല, രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു വൈകുന്നേരം തൂക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി, ഞാനും ഉമ്മയും കൂടെ. ഇതാണ് ഞങ്ങളുടെ മുത്ത്. നമ്മുടെ ഐശുവിൻ്റെ ഫുഡെല്ലാം എടുത്ത് കഴിക്കും മുത്ത്. അങ്ങനെ എപ്പോഴും നമ്മുടെ വീട്ടിലാണ്. പിന്നെ ഞാനും ഉമ്മയും കൂടെ തൂത്തുവാരി. ഈ മണ്ണ് നമ്മളിപ്പോൾ ഇട്ടതേ ഉള്ളൂ, അതുകൊണ്ട് നല്ല പാടായിരുന്നു തൂത്തുവാരാൻ. പിന്നെ ഞാൻ പോയി തലയെല്ലാം കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ ക്യാമറയൊക്കെ ഓഫാക്കി ഉമ്മ എനിക്ക് തലയൊക്കെ തേച്ച് തന്ന്. പിന്നെ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി വന്ന് ഇനി നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയി. അങ്ങനെ ഞാൻ കുളിച്ചിറങ്ങി വന്നു. അപ്പം മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അവിടെ പുറത്ത് വീണ്ടും നല്ല മഴയുടെ കോളം. അപ്പോൾ ഞാൻ ഉമ്മയെടുത്ത് പറയുമായിരുന്നു, വീണ്ടും എല്ലാം പൊഴിഞ്ഞ് നാളെ ഉമ്മ തൂക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് നോമ്പ് തുറക്കാനുള്ള സാധനം എല്ലാം സെറ്റാക്കി. ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ മതി. പിന്നെ നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറക്കാറാകുമ്പോൾ നമ്മുടെ ഐഷു വരും കേട്ടോ. അവൾക്ക് അറിയാം സമയം, കറക്റ്റ് സമയമൊക്കെ. പിന്നെ നിസ്കരിച്ചിട്ടൊക്കെ വന്ന് എഴുതാതിരിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് എഴുതുമ്പോൾ പോസ്റ്റ് ഒരുമാതിരി നമുക്ക് ഇതാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, TV വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോമഡിയൊക്കെ കണ്ടുകൊണ്ട് ഞാനിരുന്ന് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ കോമഡി കാണലാണ് എപ്പോഴും പതിവ്. ഉമ്മ കഴിക്കാൻ വിളിച്ച് റോട്ടിയും ചിക്കൻ ചില്ലിയും കൂടെ കഴിച്ച് കോമഡിയൊക്കെ കണ്ട് കഴിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് TV കണ്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.